നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും അനിതാസ് ഫുഡ് ഡയറി ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴമാങ്ങ ചമ്മന്തി അഥവാ മാമ്പഴ ചമ്മന്തിയാണ് കേട്ടോ. ഈ ചമ്മന്തിയുടെ പ്രത്യേകതകൾ രണ്ടെണ്ണമാണ്. 1, 4 ചേരുവകൾ മാത്രം മതി. 2 മിനിറ്റിൽ താഴെ ഈ ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റും. ആദ്യം ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് അഥവാ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മാമ്പഴം മീഡിയം സൈസുള്ള 2 എണ്ണം പഴുത്തത് എടുത്തിട്ടുണ്ട്. നല്ല മധുരമുള്ളത് എടുത്തിരിക്കുന്നത്. വറ്റൽമുളക് നമുക്ക് വേണം. അത് എരിവുള്ള വറ്റൽമുളക് 3 എണ്ണം എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. പച്ചവെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ വേണം. ഈ റെസിപ്പി 1 മിനിറ്റിന് താഴെ കാണാൻ വേണ്ടി മുകളിലത്തെ ലിങ്ക് തൊടാം കേട്ടോ. ആദ്യമായി നമ്മൾ മാമ്പഴം കഴുകി തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെക്കണം. പണ്ട് തറവാട്ടിലൊക്കെ അമ്മിയിലോ ചെറിയ ഇടികളിലോ ആയിരുന്നു ഈ ചമ്മന്തി ഉണ്ടാക്കാറുണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ മിക്സിയാണ് യൂസ് ചെയ്യുന്നത്. മാമ്പഴം നമ്മൾ കഴുകി തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് ചെറുതായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റൽമുളക് 3 എണ്ണം വേണം. വിറകടുപ്പിലാണ് സാധാരണ വറ്റൽമുളക് ചുട്ടെടുക്കാറ്. ഇവിടെ ഇപ്പോൾ വിറകടുപ്പല്ല. അപ്പോൾ നമ്മൾ ഗ്യാസ് അടുപ്പിൽ എങ്ങനെയാണ് മുളക് ചുടാറ് എന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഗ്യാസ് അടുപ്പുള്ളവർക്ക് നിങ്ങൾ പപ്പടം കുത്തി എടുത്തിട്ട് അതിനകത്തേക്ക് ഓരോ മുളകായിട്ട് കുത്തി കൊടുക്കുക. അപ്പോൾ 3 മുളക് ഇപ്പോൾ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓൺ ചെയ്തിട്ട് 1 സെക്കൻഡ് ഗ്യാസിൽ കാണിച്ചാൽ മതി. അപ്പോൾ തന്നെ ഈ മുളകൊക്കെ മൊത്തം ചുട്ടു കിട്ടും. ആ മുളക് മുഴുവനും തീ പിടിക്കും കേട്ടോ. അപ്പോൾ പേടിക്കണ്ട. ഗ്യാസ് ഉടനെ ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ ഒന്ന് ഊതിക്കഴിഞ്ഞാൽ ആ മുളകിൻ്റെ തീയൊന്നും ഓഫ് ആയിക്കോളും. പേടിക്കണ്ട കേട്ടോ. അതും ഒരു പ്ലേറ്റിലേക്ക് എന്നിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യമേ തന്നെ മിക്സിയുടെ ജാർ എടുത്തിട്ട് നന്നായിട്ട് ഈ മുളക് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യമേ തന്നെ മുളക് ക്രഷ് ചെയ്തതിന് ശേഷം വേണം പിന്നീട് നമ്മൾ മാമ്പഴം ഇടാൻ. ഇല്ലെങ്കിൽ മുളക് ചതഞ്ഞ് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതിലേക്ക് മാമ്പഴം ഇടണം. മാമ്പഴത്തിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ ഉപ്പിടുക. എന്നിട്ട് ഇത് പൾസ് മോഡിൽ പ്രസ് ചെയ്ത് ഒന്ന് ഉടച്ചെടുക്കുക. എല്ലാതൊന്നും മാമ്പഴം ഈ ക്രഷ്ഡായിട്ടുള്ള ചില്ലിയും കൂടെ രണ്ടും മിക്സ് ആവുന്ന പോലെ ഒന്ന് ഉടച്ചെടുക്കണം. എന്നിട്ട് പച്ചവെളിച്ചെണ്ണ ഒരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുക. വീണ്ടും പൾസ് മോഡിൽ തിരിച്ച് എല്ലാ സ്ഥലത്തും ഈ എണ്ണ എത്തുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചമ്മന്തി റെഡിയായി. എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, ഇത് മധുരമല്ലേ, എങ്ങനെയാണാവോ, ടേസ്റ്റ് ഉണ്ടാവോ എന്നൊക്കെ ഉണ്ടാവും. നമ്മൾ പഴം പുളിശ്ശേരി, മാമ്പഴ പുളിശ്ശേരി, പൈനാപ്പിൾ പച്ചടി, നേന്ത്രപ്പഴം ചിപ്സ്, മധുരമാങ്ങാക്കറി, ടൊമാറ്റോ സോസ്, ഇതൊക്കെ പോലെ തന്നെ അത്യാവശ്യം മധുരവും ഉപ്പും മുളകും ഒക്കെ ഉണ്ടാവും ഈ ചമ്മന്തിക്ക്. എല്ലാവരും ഈ ചമ്മന്തി ഒന്ന് ട്രൈ ചെയ്തിട്ട് ചോറും തൈരൊക്കെ കൂട്ടി ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറയൂ കേട്ടോ. ഇതൊരു പരമ്പരാഗത റെസിപ്പിയാണ്. പണ്ട് കാലത്ത് എൻ്റെ അമ്മൂമ്മ ഉണ്ടാക്കിയിരുന്ന റെസിപ്പിയാണ് കേട്ടോ അത്. അമ്മൂമ്മയുടെ അമ്മയും ഒക്കെ ഈ ചമ്മന്തിയും ചോറും തൈരും കൂട്ടി കഴിക്കുമായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് അനിതാസ് ഫുഡ് ഡയറി ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഓൾ.